എൻ്റെ ലൈഫിൽ വളരെ ഹാർഡായിട്ടുള്ളൊരു ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിലുള്ള ഈ പെയിനും കാര്യങ്ങളും ഒന്നും നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. ഇതൊക്കെ എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. പിന്നെ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. കാരണം ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ എൻ്റെ ഒരു ജേർണി ഡോക്യുമെൻ്റ് ചെയ്യാനാണ്. ഒരുപാട് വർഷം കഴിഞ്ഞ് എനിക്ക് തന്നെ കാണാമല്ലോ ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെ ഇമോഷനിലൂടെയാണ് ഞാൻ കടന്നു പോയെന്ന് എനിക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു ജേർണി ആരെങ്കിലും ഇൻസ്പയർ ചെയ്താൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സോ എൻ്റെ ലൈഫിൽ ഇപ്പോഴത്തെ ഞാൻ കടന്നു പോകുന്നൊരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഏർലി 20s ഇപ്പോൾ ഉള്ളത്. എനിക്ക് കരിയർ സെറ്റായിട്ടില്ല, ഞാൻ ഫിസിക്കലി അത്ര ഫിറ്റ് അല്ല, ഞാൻ ഹെൽത്തി അല്ല. എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി എന്ന് തന്നെ പറയും. ചെറുപ്പം മുതലേ ഞാൻ ചബ്ബി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ബോഡി ഷേമിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ എന്നെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാനൊക്കെ ഞാൻ എവിടെയോ വെച്ച് മറന്നുപോയി. ഞാൻ കുറേ കാലം ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു കടയിൽ പോകുമ്പോഴും എന്തിനാണെങ്കിലും അയ്യോ എനിക്ക് ഒന്നും ചെയ്തില്ല, എനിക്കൊന്നും റെഡി ആവില്ല എന്നുള്ളൊരു ഫീലായിരുന്നു ഉള്ളിൽ. എനിക്ക് എൻ്റെ ബോഡിയിൽ എപ്പോഴും ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നു, ഈ ബോഡിയാണ് എന്നെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളും. പക്ഷെ ഇതിനെ ഞാൻ ഒരിക്കലും കെയർ ചെയ്തിട്ടേ ഇല്ല. എൻ്റെ ലൈഫിൽ ഞാൻ വരുത്തിയൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ് എൻ്റെ ബോഡീനെ ഞാൻ ടേക്ക് കെയർ ചെയ്യാത്തത്. സോ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, എനിക്ക് മാറണം. വെറുതെ ഒന്നും മാറിയാൽ പോരാ, 360 ഡിഗ്രി എൻ്റെ ഹാബിറ്റ്സിലും എൻ്റെ തോട്ട്സിലും അതുപോലെ എൻ്റെ സ്കിൽസിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്. ഒരു പുതിയ പേഴ്സണായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വുമൺ ആവണം. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, ഹാപ്പി ആയിട്ട്, മനസ്സിന് സംതൃപ്തി തരുന്ന കാര്യങ്ങൾ ചെയ്ത് എന്നെയും എൻ്റെ ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിച്ചും നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന വർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ളൊരു പേഴ്സണാണ്. ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ബോഡിയിൽ എൻ്റെ ഒരു വളരെയധികം ഇൻസെക്യൂർ ആവാറുണ്ട്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ചബ്ബി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. വരുന്നവർ പോകുന്നവർ എന്നെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും, ഫാമിലി ആയിക്കോട്ടെ സ്കൂളായിക്കോട്ടെ എവിടെയാണെങ്കിലും, ഞാൻ കുറച്ചൊരു ഹെവി ചൈൽഡ് ആയതുകൊണ്ട് എല്ലാവരും വന്ന് എന്നെ ഒരു കുട്ടിക്കാലം മുതലേ എൻ്റെ ബോഡിയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യും, ഭംഗിയില്ല, നിനക്ക് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. അത് എന്നെ വളരെയധികം മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെയോ വെച്ചിട്ട് ഞാൻ തന്നെ എന്നെ സ്നേഹിക്കാൻ മറന്നുപോയി. ഞാൻ തന്നെ ഒരു കടയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് എനിക്ക് ഇഷ്ടമില്ലാണ്ടായി. എവിടേക്കോ വെച്ച് എനിക്ക് ബോഡീനെ ഞാൻ ഹേറ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ എൻ്റെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യാതെ ആയിപ്പോയി. അത് എൻ്റെ ലൈഫിലൊരു വലിയ മിസ്റ്റേക്കായിരുന്നു. കുട്ടിയായിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊന്നും ഇല്ലല്ലോ. മറ്റുള്ളവർ എന്ത് പറയുന്നു അത് നമ്മൾ അബ്സോർബ് ചെയ്യും, നമ്മളത് വിശ്വസിക്കും. പക്ഷെ ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ബോഡീനെ ടേക്ക് കെയർ ചെയ്തിട്ടില്ല. മറ്റുള്ളവർ പറയുന്ന പോലെ അല്ലായിരുന്നു. ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ചൈൽഡ് ആയിരുന്നു ചെറുപ്പം. ഇപ്പം എൻ്റെ തന്നെ ഒരു ഹാബിറ്റ്സ് കാരണം, ഒരു ലൈഫ് സ്റ്റൈൽ കാരണമൊക്കെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഹെൽത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പുറകിൽ എൻ്റെ വിഷൻ ബോർഡ് കാണാൻ പറ്റും. ഒരു 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരുപാട് വലിയ ഡ്രീമുണ്ട്, എന്നാൽ അതിനനുസരിച്ച് വലിയ പേടികളും എനിക്കുണ്ട്. സോ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഫിയേഴ്സ് എൻ്റെ ഉള്ളിലുണ്ട്. എന്നെ ഇങ്ങനെ എൻ്റെ ഡ്രീമിലേക്ക് പോകാൻ സമ്മതിക്കാതെ എന്നെ ബാക്കോട്ടേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് കാര്യമുണ്ട്. സോ ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത്, എൻ്റെ തന്നെ ഒരു കേജ് ഉണ്ട്, ഞാൻ തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സാധനം. അതൊക്കെ ആ പാറ്റേൺസ് ഒക്കെ ബ്രേക്ക് ചെയ്ത്, അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വുമൺ ആവാൻ വേണ്ടി ഒരു ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എൻ്റെ ലൈഫിലൊരു തീരുമാനം എടുത്തു, എനിക്ക് മാറണം. വെറുതെ ഒന്നും മാറിയാൽ പോരാ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നല്ല, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കാനും എന്നെ ടേക്ക് കെയർ ചെയ്യാനും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ധൈര്യം കാണിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ള ഒരു കറേജ് എടുത്ത് പുതിയൊരു ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് 79 kg ആയിരുന്നു. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 73 kg ആണ്. ഇനി ഒരു 20 kg കുറച്ചാലാണ് എനിക്ക് എൻ്റെ ഐഡിയൽ വെയിറ്റിൽ എത്താൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് പ്രാവശ്യം വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്, അത് വർക്കായിട്ടുണ്ട്. ഒരു 30 കിലോളം ഞാൻ കുറച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള വെയിലൂടെ ഒരുപാട് വെയിറ്റ് കുറച്ച് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. സോ ഈ വർഷം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് കട്ട് ഒന്നും ഇല്ലാതെ സ്ലോ ആയിട്ട് എന്നെ സ്നേഹിച്ച് എന്നെ ടേക്ക് കെയർ ചെയ്ത് എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് പതുക്കെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തണം എന്നുള്ളതാണ്.
അതുപോലെ എൻ്റെ ഒരു ഡ്രസ്സിങ്ങിലും എന്നെ തന്നെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരുങ്ങി നടന്നിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഉള്ളിൽ കയറിപ്പോയൊരു സാധനമാണ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് ബ്യൂട്ടിഫുൾ. പിന്നെ എന്തിനാ ഞാൻ ഒരുങ്ങി നടക്കുന്നത്? ഞാൻ എങ്ങനെ ഒരുങ്ങി നടന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഭംഗിയില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും ചേരില്ല. ഈ ഒരു സാധനം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു ഉള്ളിൽ. അതുകൊണ്ടൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനും ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ഡ്രസ്സ് ഇടാനും ഒരു കടയിൽ പോകാനൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെയാണ് പിന്നെ ഞാൻ എന്നെ ഒന്ന് സ്നേഹിക്കാനും ഇങ്ങനെ വീഡിയോസ് ചെയ്യാനും എന്നെ തന്നെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, സെൽഫ് ലവ് ഒക്കെ ഒന്ന് തുടങ്ങിയതെന്ന് വേണേൽ പറയാം. സോ അതുപോലെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ വർക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് പേടികളുണ്ട്. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലാണ്. പറ്റുമോ, നടക്കുമോ, ശരിയാവോ, തെറ്റിപ്പോയാലോ, ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ കുറേ വർഷമായി എനിക്ക് എന്നെ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഗോൾസ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങണം, ഫിറ്റ് ആവണം, എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആക്കണം, അതുപോലെ ഫൈനാൻഷ്യലി ഫ്രീ ആവണം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. പക്ഷെ ആക്ഷനിലേക്ക് ഞാൻ വരുന്നേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാണ്. ഒരുപാട് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് ഞാനിരിക്കും. ഒരുപാട് വിക്ടിം മൈൻഡ് സെറ്റിലും ഇരുന്നിട്ടുണ്ട് ഞാൻ. പക്ഷേ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊന്നും എന്നെ ഡിഫൈൻ ചെയ്യാൻ ഞാനിനി അനുവദിക്കത്തില്ല. ഒരു പുതിയ പേഴ്സൺ ആണ്. എന്നെ തന്നെ ഒന്ന് റീപാരൻറ്റ് ചെയ്ത് റീനർച്ചർ ചെയ്ത് പുതിയ ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് പുതിയൊരു പേഴ്സൺ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഹെൽത്തി ആവണം, ഫിറ്റായിട്ട് എന്നെ ഒന്ന് കാണണം. എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് എന്നെ ഒന്ന് ഫിറ്റായിട്ട് കാണണം, ഹാപ്പി ആയിട്ട് കാണണം, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ളത്. അത് മറ്റാരെയും കാണിക്കാനോ ആരെയും പ്രൂവ് ചെയ്യാനൊന്നല്ല ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, അങ്ങനെയൊന്നുമല്ല. ഇത്ര കാലം ഞാൻ വെയിറ്റ് ലോസ് ചെയ്തതൊക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് എന്നെ ഐ ഡിസേർവ് ബെറ്റർ. എന്നെ എനിക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് കാണണം, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണണം എന്ന് തോന്നി. പിന്നെ ഞാൻ ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് എൻ്റെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അതിൽ തന്നെ ആ പെയിൻ ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് ജീവിച്ച് പോവുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഈ വർഷം മുതൽ എനിക്കൊരു ഡിഫറൻസ് കൊണ്ടുവരണം. എനിക്ക് കുറേയും കൂടെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കണം. ഓട്ടോ പൈലറ്റ് ആയിട്ടൊന്നും പോകണ്ട. കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്ത്, എൻ്റെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്ത്, എൻ്റെ സ്കിൽസിലൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വുമൺ ആവണം. എൻ്റെ ഈ വിഷൻ ബോർഡിൽ കാണുന്ന പോലെ തന്നെ ഒരു 5 years കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ലെവലിലേക്ക് എനിക്ക് എത്തണം. എനിക്ക് ഒരുപാട് പേടികളുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ അറിയുന്ന ആൾക്കാർക്ക് പോലും അറിയത്തില്ല. എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ വളരെയധികം സെൽഫ് ഡൗട്ട്, ഒരുപാട് പേടികളുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം ഈ പേടി ക്യാരി ചെയ്ത് നടക്കുന്നോ അത്രയും നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളും ടൈമൊക്കെ പോവുകയാണല്ലോ. ഞാൻ മാറാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തു. ഇന്ന് ജൂലൈ 2-ാം തീയതിയാണ്. സോ ഞാനൊരു ഡിസിഷൻ എടുത്തു, എനിക്ക് മാറണം. ഇനിയുള്ളൊരു 180 days ഞാൻ എൻ്റെ സെൽഫിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഞാൻ ഒരിക്കലും വ്യൂസ് ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്തിടും. എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി. ഈ പേടിയുള്ള, ഹെൽത്തി അല്ലാത്ത, ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉള്ള അലീഷയാണ് ഞാനിപ്പോൾ. പക്ഷേ ഈ അലീഷനെ എനിക്കിഷ്ടമാണ്. ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഞാൻ തന്നെ ഒരുപാട് പാറ്റേൺസ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുട്ടിക്കാലത്ത് തന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോൾ എന്നെ ഇതൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ എൻ്റെ ഹാബിറ്റ്സിൽ വർക്ക് ചെയ്ത് പുതിയൊരു പേഴ്സണായി, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വുമണായി, എന്നെ തന്നെ റീനർച്ചർ ചെയ്ത് ലവ് ചെയ്ത് നല്ലൊരു എൻ്റെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കി വെക്കണം. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കണം. എൻ്റെ ചുറ്റുമുള്ളവരെ, എൻ്റെ സമൂഹത്തിനെ സെർവ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന വർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് 100% ഒരു പ്യുവറായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻറ്റൻഷൻ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് എൻ്റെ വർക്ക് ചെയ്യണമെന്നുണ്ട്. വളരെ കോൺഷ്യസ് ആയിട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ടേക്ക് ജീവിച്ചു പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. സോ ഞാനൊരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഫേസാണ്. ലൈഫിൻ്റെ എല്ലാ ഏരിയയിലും ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ട്. എന്നാലും അതിലൊക്കെ ഞാൻ വർക്ക് ചെയ്യും. ഇതൊക്കെ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്സും പ്രഷറൊക്കെ ഉണ്ട്. ആൾക്കാരെ കാണുന്നതേ ഞാൻ ഓടാറുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കാണുന്ന സമയത്ത് മോളെ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ
എൻ്റെ അടുത്ത് വന്ന് ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പേടിയാണ്. ഞാൻ മാക്സിമം ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. നമ്മളെ ലൈഫിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കോൺഫിഡൻസ് ഒക്കെ ഉള്ളിലുള്ളതൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു ലൈഫ് ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും കമ്പാരിസണും അല്ലെങ്കിൽ നീ അത് ചെയ്തോടെ ഇത് ചെയ്തോടെ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രഷറുണ്ട്. പിന്നെ കൂടെയുള്ള ഫ്രണ്ട്സ് ആൾക്കാരൊക്കെ അവർ കോളേജിൽ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, അങ്ങനെയൊക്കെ താങ്ങുന്ന സമയത്ത് ഞാൻ എടുത്ത റൂട്ട് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല എൻ്റെ ഡ്രീം. അത് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് വരുള്ളൂ. പക്ഷേ മറ്റുള്ളവരിങ്ങനെ പോകുന്ന സമയത്ത് ലൈഫിൽ ബിഹൈൻഡ് ആയി പോയോ എന്നുള്ളൊരു പേടി, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാത്രി ഉറക്കം തന്നെയില്ല, ഒരുപാട് ഇരുന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ജീവിക്കാനുള്ളൊരു ധൈര്യം ഞാൻ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത്? എന്തായാലും ഞാൻ മരിച്ചു. അതിനു മുന്നേ എനിക്കിഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കണം എന്ന് തോന്നി. ഞാൻ എന്തിനാണ് ഓപ്പണായിട്ട് എൻ്റെ ഈ കാര്യമൊക്കെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കാണുന്ന ആൾക്കാർ ഏർലി 20s അല്ലെങ്കിൽ ഇങ്ങനെ ലൈഫിൻ്റെ എല്ലാ ഏരിയയിലും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുക നമ്മുടെ സെൽഫിൽ. സാരമില്ല, അൺകംഫർട്ടബിൾ ആയിരിക്കും ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് റെസിസ്റ്റൻസ് നമുക്ക് ഉണ്ടാവും നമ്മൾ പുതിയൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ. എനിക്കും അതുകൊണ്ട്, ഞാനും കരയാറുണ്ട്, ഡൗൺ ആയി പോകാറുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാം എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഈ സ്ട്രഗിൾസും എല്ലാം, ഈ പേടിയും എനിക്ക് വന്ന എല്ലാം എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് എനിക്ക് പുറത്ത് വരാൻ പറ്റുമെന്ന് എനിക്കറിയാം. പിന്നെ പതുക്കെ പതുക്കെ ഞാനും എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം, എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു അത്. നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്കിൽസ് ബിൽഡ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം, കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. ആരെയും ഉപദേശിക്കുന്നല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഷെയർ ചെയ്തതാണ്. സോ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണെങ്കിലും ഐ ആം ഗ്രേറ്റ്ഫുൾ. ഈ ഒരു പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ ഞാനൊരു 6 months എന്നെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ എന്നെ ഹീൽ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിടും. ഇത് ആര് കണ്ടാലും ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം എനിക്ക് കാണണം, ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് ഈ വീഡിയോ ഒക്കെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ടാവും. സോ ഒരു പുതിയൊരു ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഒരു 180 days ഞാൻ ഇനി കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വേണ്ടി തന്നെ ഞാൻ ഷോപ്പ് ചെയ്യും. കാരണം നമ്മളെ സേവ് ചെയ്യാൻ ആരും വരത്തില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ തന്നെ സ്ക്രാച്ച് നിന്ന് നമ്മുടെ ലൈഫ് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക, ഭയങ്കര രസമായിരിക്കും അതിൽ ഒരുപാട് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, പക്ഷെ അതിലൊരു ബ്യൂട്ടിയും ഉണ്ട്. സോ ഞാൻ അങ്ങനെ ഒരു ഫേസിലാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഈ ഒരു പേഴ്സൺ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അലീഷേനെ ഏറ്റവും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണം, ഏറ്റവും നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോകണം. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ലിമിറ്റിംഗ് ആയിട്ട് കിടപ്പുണ്ട്. അതൊക്കെ ചെയ്യണം. എനിക്ക് നല്ലൊരു ലൈഫ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ ഇത് കാണുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കാനുള്ളൊരു ധൈര്യം കാണിക്കുക. ഇനിയും സമയം വൈകിട്ടില്ല. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും സമയം വൈകിട്ടൊന്നുമില്ല. നമ്മളെ സ്നേഹിക്കണം, നമ്മളെ ടേക്ക് കെയർ ചെയ്യണം, നമുക്കിഷ്ടമുള്ളൊരു ലൈഫ് ജീവിക്കാനുള്ളൊരു കറേജ് കാണിക്കണം. നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ളൊരു ഗട്ട്സ് നമുക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ മെൻറ്റർ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാനത് ഫോളോ ചെയ്യണം. ഞാൻ എന്നോട് കൂടെ പറയുന്നത്, ഓൾവേസ് ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ട്. തുടങ്ങി വെച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കണം. അലീഷ, ഞാൻ എന്നോട് കൂടിയാണ് പറയുന്നത്, തുടങ്ങി വെച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ളൊരു ധൈര്യം. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കാൻ പോകുന്നേയില്ല. ഞാൻ ഹൈഡ് ചെയ്ത് മടുത്തു. എന്താണെങ്കിലും ആൾക്കാർ വരുമ്പോഴത്തേക്കും റൂമിൽ തന്നെ കയറിയിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആവുക. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹാബിറ്റ്സ് കൊണ്ടും എൻ്റെ തോട്ട്സ് കൊണ്ടും ഒക്കെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളൊരു സ്റ്റേറ്റിൽ വന്നെത്തിയത്. വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് എൻ്റെ കെയർ ഗീവേഴ്സ് ആണെങ്കിലും എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സും കൂടെ പഠിച്ചവരൊക്കെ അറിയാതെ അവരുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടും അറിവില്ലായ്മ കൊണ്ടൊക്കെ പറഞ്ഞ പല വാക്കുകളും പല
ചെയ്ത പല പ്രവൃത്തികളും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബാഡായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ ഉള്ള എക്സ്ക്യൂസ് അല്ല എനിക്കുള്ളത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ തന്നെ കുറേ മിസ്റ്റേക്സ് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് മാറാൻ തീരുമാനിച്ചു. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് പോലെയാണ്, നമുക്കതിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ബാഡായിട്ടുള്ള ഒരു ഹാബിറ്റ്സ് ആയിരുന്നു. എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല, എണീക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, ചിലപ്പോൾ കുറേ കഴിക്കും, ചിലപ്പോൾ കുറച്ച് കഴിക്കും, പിന്നെ കുറേ സ്ക്രോൾ ചെയ്ത് കമ്പയർ ചെയ്ത് ലൈഫ് കളഞ്ഞ് അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്കുണ്ട്. പക്ഷെ ഇനി മുതൽ എൻ്റെ ടൈം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും എൻ്റെ സെൽഫിൽ ഫോക്കസ് ചെയ്യാനും തീരുമാനിച്ചു. ഇനിയുള്ളൊരു 6 months കൊണ്ട് എനിക്ക് എൻ്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനെ കാണണം, കുറച്ചും കൂടെ ഒരു കോൺഷ്യസ് ആയി ജീവിക്കുന്ന അലീഷയായിട്ട് മാറണം. അതാണ് എൻ്റെ മെയിൻ ഗോൾ. ഇതെൻ്റെ ഫ്യൂച്ചർ അലുവിനും കൂടി വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ ഒരുപാട് വർഷം കഴിഞ്ഞ് എൻ്റെ ഫ്യൂച്ചർ അലീഷ കാണുന്ന സമയത്ത് ഐ ആം ഷുവർ നീ സ്മൈൽ ചെയ്യും, നീ പ്രൗഡായിരിക്കും. എന്താണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. സോ നാളെ മുതൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 180 days എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യും, വീഡിയോസ് ഇടും. സോ ബൈ. ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഐ എം സോ ഹാപ്പി. സോ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും കൂടെ ഉള്ളൊരു വേക്കപ്പ് കോളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലൈഫ് ജീവിക്കാനുള്ള കറേജ് കാണിക്കും കേട്ടോ. സോ ബൈ.